ഇതാണ് നിങ്ങൾ കേറ്റഡ് എക്സാമിന് ചെല്ലുമ്പോൾ ലഭിക്കുന്ന ചോദ്യപേപ്പറിൻ്റെ മോഡൽ. ഇന്നത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അത് പറഞ്ഞു തരാം. 4 തരം ചോദ്യപേപ്പറുകളാണ് ഉള്ളത്. 4 തരം സെറ്റ് ചോദ്യപേപ്പറുകളാണ് ഉള്ളത്. ABCD ഇങ്ങനെ ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് തരം സെറ്റ് പേപ്പറാണ് വേണ്ടതെന്നുള്ളത് നിങ്ങളുടെ റോൾ നമ്പർ, നിങ്ങൾ ചെന്നിരിക്കുന്ന സീറ്റിന് മുമ്പിൽ റോൾ നമ്പറിൻ്റെ അടുത്ത് തന്നെ എഴുതിയിട്ടുണ്ടാവും. നിങ്ങൾക്കിപ്പം D ആണെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് D ചോദ്യപേപ്പർ ആയിരിക്കും ലഭ്യമാകുന്നത്. അത് നിങ്ങൾ കൃത്യം നോക്കുക. B ആണെങ്കിൽ അല്ലെങ്കിൽ AO CO എന്നിങ്ങനെ കിട്ടുകയാണെങ്കിൽ അത് തിരിച്ചു കൊടുത്ത് നിങ്ങൾക്ക് ഏതാണോ കൊടുത്ത് തന്നിരിക്കുന്നത് അത് തന്നെ മേടിച്ചെഴുതാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബുക്ക്ലെറ്റ് നമ്പറാണ്. അത് നിങ്ങളുടെ ആൻസർ ഷീറ്റ് എഴുതേണ്ടതാണ്. 6 അക്ക നമ്പറായിരിക്കും. അത് ചുമന്ന അക്ഷരത്തിൽ ഇവിടെ ഇങ്ങനെ കൊടുത്തിരിക്കും. അതുപോലെ തന്നെ റോൾ നമ്പർ കൃത്യമായിട്ട് ചോദ്യപേപ്പറിൽ എഴുതാൻ ശ്രമിക്കുക. പിന്നീടുള്ള കാര്യം, 3 തരം പാർട്ടായിട്ടായിരിക്കും ചോദ്യപേപ്പർ ലഭിക്കുന്നത്. പാർട്ട് 1 സൈക്കോളജി, മാത്സ്, അതുപോലെ തന്നെ EVS ചോദ്യങ്ങളായിരിക്കും. പാർട്ട് 2 മലയാളം, പാർട്ട് 3 ഇംഗ്ലീഷ്. അങ്ങനെ ആയിരിക്കും ചോദ്യപേപ്പർ നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. ഓരോ വിഷയത്തിനും 30 ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെ കൃത്യം ഇന്നത് തന്നെ എഴുതണമെന്നില്ല. നിങ്ങൾക്ക് ഇപ്പോൾ മാത്സ് ആണ് എളുപ്പമെങ്കിൽ ആദ്യം മാത്സ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അതുപോലെ തന്നെ EVS ആണെങ്കിൽ EVS, അല്ലെങ്കിൽ സൈക്കോളജി ആണെങ്കിൽ സൈക്കോളജി, മലയാളം, ഇംഗ്ലീഷ് അങ്ങനെയൊക്കെ എഴുതാം. അല്ലാതെ ഓർഡറിൽ തന്നെ സൈക്കോളജി ആദ്യം നോക്കണം, ഇല്ലെങ്കിൽ മാത്സ് അത് കഴിഞ്ഞ് അതുപോലെ തന്നെ EVS അത് കഴിഞ്ഞ് അങ്ങനെ പോകണമെന്നില്ല. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം.